ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പേ എനിക്ക് തപാലിൽ ഒരു കത്ത് ലഭിച്ചു. അപ്പോൾ ആ കത്തിങ്ങനെയാണ്: സഖാവ് പി. ജയരാജൻ അറിയുന്നതിന്, ഞാൻ UAPA കുറ്റം ചുമത്തി NIA കോടതി 14 വർഷത്തേക്ക് ശിക്ഷിക്കപ്പെട്ട് നിലവിൽ 10 വർഷത്തോളമായി തടവിൽ കഴിഞ്ഞു വരികയാണ്. ഞാൻ താങ്കളുടെ കേരളം മുസ്ലിം രാഷ്ട്രീയം, രാഷ്ട്രീയ ഇസ്ലാം എന്ന പുസ്തകം വളരെ താല്പര്യപൂർവ്വം വായിച്ചു. അതോടൊപ്പം ആ പുസ്തകത്തിൽ താങ്കൾ നൽകിയ സിയാവുദ്ദീൻ സർദാർ എന്ന ഒരു ചിന്തകന്റെ പുസ്തകത്തിലെ ഒരു ഉദ്ധരണി ആ പുസ്തകം തിരഞ്ഞു ചെല്ലുവാൻ എന്നെ പ്രേരിപ്പിച്ചു. UAPA കേസിലെ പ്രതിയാണ്. സ്വർഗം തേടി നിരാശനായി. ആ പുസ്തകം സ്വർഗം തേടി എന്നതാണ് ഈ സിയാവുദ്ദീൻ സർദാറിന്റെ പുസ്തകത്തിന്റെ പേര്. സ്വർഗം തേടി നിരാശനായി എന്ന ആ പുസ്തകം ഏതാനും പുതിയ വിവരങ്ങൾ ലഭിക്കാൻ എനിക്ക് സഹായം ആവുകയും ചെയ്തു. അദ്ദേഹത്തെ കൂടുതൽ വായിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്നിട്ട് സനാതനികളുടെ ഹിന്ദുത്വ വഴികൾ എന്ന പുസ്തകത്തെ സംബന്ധിച്ച് ചില നിരൂപണങ്ങളും അഭിപ്രായങ്ങളും ആ പുസ്തകം വായിക്കുവാൻ എനിക്ക് ഒരുപാട് ആഗ്രഹം ജനിപ്പിക്കുകയുണ്ടായി. തീർച്ചയായും അക്ഷരങ്ങൾ അങ്ങനെയാണ്. അവ എല്ലാ പ്രതിസന്ധികളിലും നമുക്ക് മുൻപിൽ പ്രതീക്ഷയോടെ ചക്രവാളങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ആ പുസ്തകത്തിൻ്റെ ഒരു കോപ്പി സൗജന്യമായി ഉള്ളവനെ അയച്ചു തരണം. ഇതാണ് കത്തിലെ. അത് മൻസീദ് എന്ന ചെറുപ്പക്കാരൻ, ശിക്ഷാ തടവുകാരനാണ്. 14 കൊല്ലത്തേക്ക് NIA കോടതി ശിക്ഷിച്ചു. 10 വർഷം ശിക്ഷ കഴിഞ്ഞ ഒരു പ്രതിയും ഇത് വായിച്ചു. എന്ന് പറഞ്ഞാൽ അതെന്താ കാണിക്കുന്നത്? ഈ വർഗീയവൽക്കരണത്തിന് വേണ്ടി പ്രചരിപ്പിക്കുന്ന ആശയങ്ങളെ എങ്ങനെയാണ് സമൂഹം നോക്കിക്കാണുന്നത്? ഇവിടെ രഞ്ജിത്ത് പറഞ്ഞല്ലോ, സാധാരണഗതിയിലുള്ള പ്രചാരവേലയൊന്നും നടത്താതെ ഈ പുസ്തകം സ്വീകരിക്കപ്പെടുന്നു. എന്തുകൊണ്ട്? അത് പുസ്തകം എഴുതിയിട്ടുള്ള ആളുടെ എന്തെങ്കിലും മഹത്വം കൊണ്ടാണോ എന്ന് ഞാൻ കരുതുന്നില്ല. കേരളം ഇതാവശ്യപ്പെടുന്നു എന്നതാണ്. നാനാപ്രകാരത്തിലുള്ള വർഗീയതക്കെതിരായിട്ടുള്ള പ്രതിരോധം കേരളം ആവശ്യപ്പെടുന്നു എന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇത്രയേറെ സ്വീകരിക്കപ്പെടുന്നത്. ഈ സിയാവുദ്ദീൻ സർദാറിനെ കുറിച്ച് കൂടി എൻ്റെ ആ പുസ്തകത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ആ പുസ്തകത്തിലെ ഉദ്ധരണി എന്താണെന്നറിയോ? നമ്മുടെ നാട്ടിലെ സംഘപരിവാർ ശക്തികളൊക്കെ വലിയ നിലക്ക് പ്രചരണം നടത്തിയതാണല്ലോ ISISലേക്കുള്ള റിക്രൂട്ട്മെന്റ്. 32,000 ആളുകളെ കേരളത്തിൽ നിന്ന് ISലേക്ക് റിക്രൂട്ട് ചെയ്തു എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടാണല്ലോ ദി കേരള സ്റ്റോറി പ്രസിദ്ധീകരിച്ചത്. സിനിമ വലിയ നിലക്ക് പ്രചരിപ്പിച്ചല്ലോ അവർ. അപ്പോൾ ചില്ലറ ആളുകൾ ISൽ ചേരാൻ പോയി എന്നത് യാഥാർത്ഥ്യവുമാണ്. ഇത് തുറന്നു പറഞ്ഞുകൊണ്ടുള്ള ആ പുസ്തകത്തിൽ ഈ സിയാവുദ്ദീൻ സർദാറിന്റെ ഉദ്ധരണി, അതായത് UAPA കേസിൽ പ്രതിയേർക്കപ്പെട്ട ശിക്ഷിക്കപ്പെട്ട ആ പ്രതിയിൽ ആ പുസ്തകത്തിലെ ഉദ്ധരണി ഉണ്ടാക്കിയിട്ടുള്ള ചലനം സംബന്ധിച്ചാണല്ലോ ഈ കത്തിൽ പറയുന്നത്. അപ്പം അതെന്താണ്?